നമ്മളെല്ലാവരും ഇപ്പോൾ ഈ വാർത്തയിലാണെങ്കിലും നമുക്ക് ചുറ്റും ആളുകളുടെ ഇടയിലുള്ള സംസാരമാണെങ്കിലും എല്ലാം ഈ 2K കിഡ്സിൻ്റെ വയലൻസിനെ കുറിച്ചും പുതിയ കാലത്തെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ ദൂഷ്യവശങ്ങളും അവരുടെ ദേഷ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഈ 2K കിഡ്സിൻ്റെ സങ്കടം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഒരാൾ ദേഷ്യപ്പെടുന്നത് കാണുമ്പോഴേ അയാൾ എന്തിനു ദേഷ്യപ്പെടുന്നു എന്നോട് ആലോചിക്കാൻ നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് എത്രയോ കുട്ടികൾ വന്ന് കരയുന്നുണ്ടെന്നറിയോ? അവരെന്തിനാണ് കരയുന്നതെന്നറിയോ? സത്യം പറഞ്ഞാൽ നമ്മൾ അവർ ദേഷ്യപ്പെടുന്ന മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അതിനേക്കാൾ കൂടുതൽ അവർ കരയുന്നുണ്ട്. ഈ കരച്ചിലിൻ്റെ അവസാനം അവർക്ക് കിട്ടുന്ന കുറേ ചങ്ങാതിമാരാണ് നമ്മൾ ഈ പറയുന്ന ഡ്രഗ്സും കഞ്ചാവും ഈ അവരെക്കാൾ പ്രായം കൂടിയ കുട്ടികളും അതുവഴി ഉണ്ടാകുന്ന അക്രമങ്ങളും ഒക്കെ. അപ്പം നമ്മൾ ആ റിസൾട്ട് മാത്രമേ കാണുന്നുള്ളൂ. അവരനുഭവിക്കുന്ന സ്ട്രഗിൾ എന്താണെന്നോ അല്ലെങ്കിൽ അവർ മറ്റുള്ള കുട്ടികൾ പോട്ടെ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ പോലും എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്നോ അവരെന്തുമാത്രം കരയുന്നുണ്ടെന്നോ നമ്മൾ അറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല. ഞാൻ തന്നെ OP-യിലിരിക്കുമ്പോൾ എത്ര കുട്ടികൾ വന്ന് എൻ്റെ അടുക്കുക. എത്ര കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 12 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്ക്, അതായത് അവരുടെ ജീവിതത്തിൽ സങ്കടം എന്താണെന്ന് പോലും അറിയാതെ കളിച്ച് നടക്കണം. സങ്കടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോഴുള്ള സങ്കടമല്ല. ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടല്ലോ, ആ ഡിപ്രഷൻ അനുഭവിക്കുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ടെന്നറിയോ? പുതിയ ഗവേഷണങ്ങൾ പറയുന്നത് ഏകദേശം കേരളത്തിലെ ടീനേജേഴ്സിൽ, അതായത് ഒരു 12-നും 19-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിൽ 30% ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ 30% കുട്ടികൾ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് ഒരു കഥകിനപ്പുറത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും പോലും അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഉള്ള ഒരു സ്ഥിരം പരാതിയാണ്, എൻ്റെ ഡോക്ടറെ അവന് ബന്ധുക്കളോടൊന്നും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ കല്യാണത്തിനൊന്നും വരുന്നില്ല, ഫുൾ ടൈം മൊബൈലിലാണ്, ഫുൾ ടൈം കഥ കടച്ചിട്ടിരിപ്പാണെന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ അവരോട് സംസാരിക്കാറുണ്ടോ? അവർ 4 പേരോട് സംസാരിക്കുന്നില്ല നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും ചുമ്മാ സംസാരിക്കുകയല്ല. അതായത് പരീക്ഷയ്ക്ക് മാർക്ക് എത്ര, അപ്പുറത്തെ സുമയുടെ മോൾക്ക് എത്ര മാർക്കുണ്ട്, അപ്പുറത്തെ സുരേഷിൻ്റെ മോൾക്ക് എത്ര മാർക്കുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നിനക്ക് ഇന്നലെ തന്ന 45 രൂപയുടെ, അല്ലെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ, അല്ല അത് ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നതിന് പകരം മോൻ എന്താ വേണ്ടതെന്നോ അല്ലെങ്കിൽ മോൾക്ക് എന്താ വേണ്ടതെന്നോ അല്ലെങ്കിൽ മോളെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നോ നമ്മൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? എൻ്റെ അറിവിൽ പേരൻസിലൊരു 75% അല്ലെങ്കിൽ 80% ആളുകൾക്കും സ്വന്തം കുട്ടികളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. അത് തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. വീട്ടിൽ സംസാരിക്കാൻ ആളില്ലാതാകുമ്പോഴാണ് അവർ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴി അവരെ കേൾക്കാൻ വേണ്ടി മാത്രം ആളുകൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. ആ ഒരു പാത തിരഞ്ഞെടുത്ത് അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഉള്ള ഒരു സമ്മാനം, അവർക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് നമ്മൾ ഈ കാണുന്ന അക്രമവും കൊലപാതകവും കഞ്ചാവും ഡ്രഗ്സും ഒക്കെ. വളരെ വളരെ മോശം ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ കാരണം കുട്ടികളാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിൻ്റെ യഥാർത്ഥ കാരണം അവരുടെ മാതാപിതാക്കളാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ തിബറ്റിലെയൊക്കെ സന്യാസിമാർ പുലിയൊക്കെ കൊണ്ടു നടക്കുന്ന കാണാറുണ്ടല്ലോ. അപ്പം എൻ്റെ അനിയനൊക്കെ കൊച്ചിലെ ചോദിക്കുമായിരുന്നേ, അതെന്താ ആ പുലി അവരെ കടിക്കാത്തതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ട്രെയിൻ ചെയ്യുന്നതാണ്, അവർ ടൈം ചെയ്യുന്നതാണ്. കാട്ടിലെ പുലിയാണെങ്കിലും സന്യാസിയുടെ പുലിയാണെങ്കിലും രണ്ടും പുലിയാണ്. പക്ഷെ അവരെ വളർത്തുന്ന ആളുകളുടെ വ്യത്യാസം കൊണ്ട്, അല്ലെങ്കിൽ അവർ വളരുന്ന സാഹചര്യങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് അവർ എന്തായി തീരുന്നു എന്നത് ബേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒരു അവലോകനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം എല്ലാവരും പറയുന്നതൊക്കെ പിള്ളേർ മുഴുവൻ എന്ത് പറഞ്ഞാലും ഈ തന്ത വൈബ് എന്നാണ് പറയുന്നതെന്ന്. ഈ തന്ത വൈബ് എന്ന് അവരെന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ? ഈ തന്തവൈബെന്ന് അവരുദ്ദേശിക്കുന്നത് അവർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത അച്ഛനെയും അമ്മയും ചേട്ടനെയും അമ്മാവനെയാണ് അവർ തന്തവൈബെന്ന് പറയുന്നത്. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് 15 വയസ്സുള്ള കൊച്ചു 40 വയസ്സുള്ള അച്ഛൻ്റെ പ്രായത്തിലേക്ക് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ആ 40 വയസ്സുള്ള അച്ഛൻ 15 വയസ്സുള്ള കുട്ടിയുടെ പ്രായത്തിലേക്ക് ചുരുങ്ങുക, അതുമാത്രമേ അതിന് വഴിയുള്ളൂ. ഒരിക്കൽ വോൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ഒരു ഫേമസ് നടനും കാർട്ടൂൺ ക്രിയേറ്ററൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. പുള്ളി ഏതെങ്കിലും കുട്ടികൾ പുള്ളിയോട് സംസാരിക്കാൻ വന്നാൽ പുള്ളി മുട്ടിൽ നിന്നിട്ട് ആ കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ച് നിന്നതിന് ശേഷം മാത്രമേ അവരോട് സംസാരിക്കൂ. അപ്പം ഒരിക്കലൊരു റിപ്പോർട്ടർ വോൾട്ട് ഡിസ്നിയോട് ചോദിച്ചു, താങ്കൾ ഇത്ര വലിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ഒരു നടനാണ് വോൾട്ട് ഡിസ്നി, അപ്പം താങ്കൾ എന്തിനാണ് ഇങ്ങനെ കുട്ടികളുടെ മുന്നിൽ മുട്ടുകുത്തിയെന്ന് അവരോട് സംസാരിക്കുന്നതെന്ന് ഒരു പത്രക്കാരൻ ചോദിച്ചു. അപ്പം വോൾട്ട് ഡിസ്നി പറഞ്ഞതാണ്, അവർക്കൊരിക്കലും എൻ്റെ നിലയിലേക്ക് ഉയരാനാവില്ല. എന്ന് പറഞ്ഞാൽ അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞതല്ല. കുട്ടികൾക്കൊരിക്കലും 50 വയസ്സുള്ള വോൾട്ട് ഡിസ്നിയായി ചിന്തിക്കാനാവില്ല. പക്ഷേ
എനിക്കെപ്പോഴും 15 വയസ്സുള്ള ആ കുട്ടിയിലേക്ക് ചുരുങ്ങാനാവും. അത് എന്താ പറയുക, വോൾട്ട് ഡിസ്നിയുടെ കുഞ്ഞിനോട് വോൾട്ട് ഡിസ്നി പറഞ്ഞാൽ ലോകത്ത് ഉള്ള ഓരോ കുട്ടികളോടും വോൾട്ട് ഡിസ്നിയുടെ സമീപനമായിരുന്നത്. ആ സമീപനമാണ് നമുക്കൊക്കെ വേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ മകളും നമ്മളുടെ മകനും എങ്ങനെയാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഗതികേട് ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവരുത്. അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ട് നിങ്ങളിനി എന്ത് നേടിയാലും ഒരു പ്രയോജനമില്ല. ഞാനീ പറയുന്നത് ഒരു ഡോക്ടറായിട്ട് മാത്രമല്ല, ഒരു അച്ഛനെന്ന നിലയിൽ നിന്നും കൂടി ഞാൻ പറയുകയാണ്. എന്താ പറയുക, നമ്മൾ പിള്ളേരെ കുറ്റം പറയുന്നതിന് മുന്നേ അതിന് നമുക്ക് അർഹത ഉണ്ടെന്നും കൂടെ ആലോചിച്ചുകൊണ്ട്. ശരിയാണ്, കുട്ടികളുടെ അക്രമവാസന കൂടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം സിനിമകളുണ്ട്, അതേപോലെ അവർ കളിക്കുന്ന വീഡിയോ ഗെയിംസിനെ കുറിച്ച് തന്നെ അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ ഗെയിംസ് ഒരു വലിയ കാരണമാണ്. അതുപോലെ വായന കുറയുന്നത്, കുട്ടികൾക്ക് കളിക്കളങ്ങൾ ഇല്ലാതാവുന്നത്, അതൊക്കെ കാരണമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ കാരണം അവരോടൊപ്പം അവരുടെ പ്രായത്തിലേക്ക് ചുരുങ്ങാൻ കഴിയാത്ത, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത, അവർക്ക് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും തുറന്നു പറയാൻ കഴിയാത്ത, അവരുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത പരാജയപ്പെട്ട ഒരു അച്ഛനും അമ്മയും തന്നെയാണ്. സോ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഈ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ രക്ഷപ്പെടുന്നുവെങ്കിൽ, അതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സക്സസ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ. സോ ഇതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയൊരു വീഡിയോ ഒന്നുമല്ല, പക്ഷെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ.